ഇപ്പൊ മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണൊക്കെ കൂടി വരാൻ. എല്ലാവരും മുടി സ്ട്രൈറ്റും ചെയ്യുന്നു, ആണിങ് ചെയ്യുന്നു, സ്മൂത്തനിങ് ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യുന്നു. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്താ? മുടി പുറത്തിട്ടിട്ട് ജനങ്ങൾക്ക് മുടി കാണിച്ചു കൊടുക്കലാണ്. മുടി സ്ട്രൈറ്റനിങ് ചെയ്ത ഒരു പെൺകുട്ടിയും മുടി മറച്ചു വെക്കൂല. ഹിജാബിന്റെ ഉള്ളിലോ ഷാളിന്റെ ഉള്ളിലോ മറച്ചു വെക്കൂല. അറ്റ്ലീസ്റ്റ് മുടിയുടെ ഒരു പകുതി ഭാഗമെങ്കിലും പുറത്തു തൂക്കിയിടും. ഒന്നുകിൽ ബാക്കിലായിരിക്കും അല്ലെങ്കിൽ ഫ്രണ്ടിലായിരിക്കും. അത് എന്താ? ഞാൻ 5000 10,000 കൊടുത്തിട്ട് എന്റെ മുടി സ്ട്രൈറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊക്കെ കണ്ടോളി എന്നാണ് ഇതിനർത്ഥം. മുൻകൈയും മുഖവും കാണാൻ പറ്റുമോ പറ്റില്ലേ? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പറ്റുമെന്ന് പറയുന്നവരുണ്ട്, തീരെ പറ്റൂല എന്ന് പറയുന്നവരുണ്ട്. ചില സാഹചര്യങ്ങളിൽ പറ്റും, ചില സാഹചര്യങ്ങളിൽ പറ്റൂല എന്ന് പറയുന്നു. പക്ഷെ മുടിയുടെ കാര്യത്തിൽ അങ്ങനെ ചർച്ച ചെയ്യില്ല. ഒരു പെണ്ണിന്റെ മുടി ഔറത്താണ്, ഒരു പെണ്ണിന്റെ മുടി ഔറത്താണ്. നിങ്ങൾ 10,000 രൂപ കൊടുത്ത് സ്ട്രൈറ്റനിങ് ചെയ്താലും സ്മൂത്തനിങ് ചെയ്താലും അയണിങ് ചെയ്താലും ബോട്ടോക്സ് ചെയ്താലും നിങ്ങളുടെ മുടി അത് പുറത്ത് കാണിക്കൽ ഹറാമാണ്. ഇത് ഞാൻ വേറെ പറഞ്ഞു. ഈ വീഡിയോ നാളെ ക്ലിപ്പായാൽ ഇന്നത്തെ ജെൻസി എന്നെ പറയാളൊരു കാടനാണ്, ഇയാൾക്കൊന്നും നേരം വെളുത്തിട്ടില്ല പറയില്ലേ? നിങ്ങളെ സ്വന്തം വീട്ടിലുള്ള മക്കള്, നിങ്ങളുടെ വീട്ടിലുള്ള പെങ്ങള്, നിങ്ങളുടെ വീട്ടിലുള്ള ഭാര്യ, ഇത്തരം ആളുകളെ മാത്രം നിങ്ങൾ പരിശോധിക്കുക. ഇതുപോലെ മുടി സ്ട്രൈറ്റനിങ് ചെയ്ത ആളുകളാണെങ്കിൽ അവര് സ്കൂളിലും കോളേജിലും ഫംഗ്ഷനിലും മാളുകളിലും ടൗണുകളിലും പോകുമ്പോ അവരുടെ മുടിയുടെ ഒരു ഭാഗം പുറത്തിടാതെ അവർ പോകില്ല. പച്ചയായ ഹറാമാണ്. സാധുമാരുണ്ട്, ചോദിച്ചോളൂ. പച്ചയായ ഹറാമാണ്. ഈ ഹറാമ് മണിക്കൂറുകൾ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി വൈകുന്നേരം വരുന്നത് വരെ അന്യപുരുഷന്മാരുടെ മുമ്പിൽ തന്റെ മുടിയുടെ സൗന്ദര്യം പ്രദർശിപ്പിച്ച് തിരിച്ചു വരുമ്പോ നോ പറയാൻ ഒരു പിതാവിന് കഴിഞ്ഞില്ലെങ്കിൽ ആ പിതാവ് അള്ളാന്റെ കോടതിയിൽ ഉത്തരവാദിയാണ്. പച്ചയായ ഹറാമാണ്. മുടി പുറത്ത് ഔറത്താണ്, മുടി ഔറത്താണ്. മുടിയുടെ കാര്യത്തിൽ യാതൊരു എക്സ്ക്യൂസും ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ മക്കൾക്ക് ഇത്തരം വിഷയത്തിൽ ബോധം നൽകുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മുടെ മക്കൾക്ക് അറിവ് നൽകുക എന്നുള്ളതാണ്. മതകീയമായ ഒരു വിദ്യാഭ്യാസം